കാനഡയിലെ ജിഞ്ചർഫീൽഡ് അഥവാ ഇഞ്ചിവിളച്ചന്തയിൽ മീൻ വാങ്ങാൻ പോകും പോലെ കുട്ടയും തൂക്കി ഈ കമ്പിത്തിരിത്തലയിൽ എങ്ങോട്ടാണാവോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു തുണിയുടുക്കാത്ത സത്യം പറയാനുണ്ട് ഗൈസ്, ഇതൊരു വെറും കുട്ടയല്ല, മാന്ത്രിക കുട്ടയാണ്. ഇവന്റെ SLC ബുക്കിലെ പേര് കാർ സീറ്റ് എന്നാണത്രേ. കുട്ടിയുണ്ടോ എങ്കിൽ കുട്ട വേണമെന്ന കാനഡ സർക്കാർ പദ്ധതിയാണിത്. കാർ സീറ്റിന് കടാകടിയന്മാരായ 3 മക്കളാണുള്ളത്. മൂത്തവൻ പിന്നോട്ട് നോക്കുന്നവനും രണ്ടാമത്തവൻ മുന്നോട്ട് നോക്കുന്നവനും ഏറ്റവും ഇളയവനാകട്ടെ ബൂസ്റ്ററും. ജനിച്ച കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് വിട്ടുകിട്ടണമെങ്കിൽ കാർ ഇല്ല എങ്കിലും കാർ സീറ്റ് നിർബന്ധമാക്കിയ ഒരു രാജ്യമാണിത്. എന്റെ അപ്പൂപ്പന് പണ്ട് ഡൈനോസർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും എന്നാ ഉണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്ന ലോകത്തിലെ ഒരേ ഒരു ആശുപത്രി. ജനിച്ചതു മുതൽ 132 സെന്റിമീറ്റർ വരെയുള്ള കുട്ടികൾ കാറിന്റെ വടക്കേപ്പുറം നോക്കിയിരിക്കണം. ബ്രേക്ക് അടിച്ചാലും തല, കഴുത്ത്, നട്ടല് എന്നിവ ആഫ്രിക്കൻ ഒച്ചിന്റെ തോട് പോലെ ഡബിൾ സേഫ് ആണത്രേ. 4 വയസ്സുവരെ ഇങ്ങനെ ഇരിക്കാമെന്ന് ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം എഴുതിയ എരിയുണ്ട തിന്ന എരുമയിൽ പറയുന്നു. 18 കിലോയോ 145 സെന്റിമീറ്റർ നീളമോ ആകുന്നതുവരെ ഇങ്ങനെ ഉമ്മറത്തോട്ട് നോക്കിയിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. കഴുത്തിലല്ലാതെ തോളിലും ഇടുപ്പിലുമാണ് ഇതിന്റെ ബെൽറ്റുകൾ ഘടിപ്പിക്കുന്നു എന്നതിനാൽ പാമ്പാടി രാജൻ വന്ന് വലിച്ചാൽ പോലും ചമ്മിപ്പോകും. അമ്മാതിരി 1.5 ലോക്കാണ് ഗൈസ് സായിപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ ബാക്കിയുള്ളവരുടെ കാര്യം തമ്പുരാൻ അറിയാം, പക്ഷേ കുട്ടയും കുട്ടിയും സേഫ് ആയിരിക്കും. കാനഡയിലെ കുന്നംകുളത്തുനിന്ന് കിട്ടുന്ന ചാത്ത സാധനം വാങ്ങി വരിഞ്ഞു കെട്ടിവെച്ചാൽ വിവരമറിയും. കാരണം കുട്ടയ്ക്ക് നാഷണൽ സേഫ്റ്റി മാർക്ക് വേണം ഗൈസ്. കാക്കക്കുട്ടി കല്ലിട്ട പോലെ ഈ തിരക്കിനിടയിൽ ആര് നോക്കാൻ? എന്റെ ബൗബോ വൈക്കും കാർ സീറ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ജിബ്രൂട്ടന്മാർക്കായി 240 മുതൽ 1000 CAD വരെ, അതായത് നാട്ടിലെ 15,000 മുതൽ 65,000 രൂപ വരെ വിലമതിക്കുന്ന പ്രശസ്തി പത്രവും ഡ്രൈവിംഗ് ലൈസൻസിൽ സ്വർണ്ണ എഴുതാവുന്ന പതക്കവും കാനഡ പോലീസ് പാരിതോഷികമായി തരും. ഈ കുട്ട കണ്ടാൽ പിന്നെ കമലു പേർഷ്യ കണ്ട ഷെർഷ്യയെ പോലെ HD ദൃശ്യമികവിൽ കൂർക്കം വലിക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ഇവിടെ ഒരുത്തി കൊപ്ര പിണ്ണാക്ക് കിട്ടിയ ഒട്ടകത്തെ പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പാവപ്പെട്ട എന്നെ പോലുള്ളവരാകട്ടെ റോഡിലെ പല ഞെട്ടിക്കുന്ന കാഴ്ചകൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരും. അയ്യോ, പറയാൻ വിട്ടുപോയി ഗൈസ്, ഇവനാണ് ബൂസ്റ്റർ. 8 വയസ്സുവരെയുള്ള കുട്ടികൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ട ഒരു സിംഹാസനമാണിത്. മുള്ളങ്കി കണ്ട മുയലിനെ പോലെ ബ്രൂസിലി ഫ്രണ്ട് സീറ്റ് ലക്ഷ്യമാക്കി വന്നു. പാവം ഞാൻ പുറകിലേക്ക് ഓടിച്ചു വിട്ടു. എയർ ബാഗിന്റെ അയ്യേരികളിയായതിനാൽ കാനഡയിൽ 13 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ അനുവാദമില്ല. ഒന്നിൽ കൂടുതൽ പിള്ളേർക്ക് ഒരു കുട്ട കാണിച്ചു പറ്റിക്കുന്ന ഹാരപ്പൻ സംസ്കാരം ഇവിടെയില്ല. ഓരോരുത്തർക്കും ഓരോരോ കുട്ട, 3 അല്ല 5 ആയാലും നേരിടാൻ തയ്യാറാണെന്ന് ഗ്രിഗറി ആശാൻ ഒരു കില്ലാടി തന്നെ. ആദ്യമൊക്കെ ഇത് തൂക്കുമ്പോൾ പണ്ട് റേഷൻ കടയിൽ നിന്ന് പച്ചരിയുമായി വരുമ്പോൾ കൂട്ടുകാരെ കാണുന്ന അതേ ചമ്മലുണ്ടാകുമെങ്കിലും പിന്നീട് അതങ്ങ് ശീലമായിക്കോളും. എന്നിട്ട് മാറിയില്ലെങ്കിൽ വഴിയുണ്ട്, അതേ സ്ട്രോളർ. മുൻപരിചയമോ ഹെവി ലൈസൻസോ വേണ്ടാതെ പൊതുനിരത്തുകളിൽ കുട്ടയുമായി ചീറിപ്പാഞ്ഞു പോകാൻ വേണ്ടി വില്യൻ സാഹിബ് കണ്ടുപിടിച്ച ഒരു പരിപാടിയാണിത്. ഇവിടുത്തെ KSRTC ബസ്സുകളിലും പഞ്ചായത്ത് റോഡുകളിലും പാർക്കിംഗ് ഏരിയകളിലും എന്തിന് കക്കൂസുകളിൽ പോലും സൂപ്പർ സ്റ്റാർ ആണ് ഇവൻ. പണ്ട് കാറിന്റെ ഡ്രൈവർ ഒഴികെ മറ്റെല്ലാവരും മാറി മാറി എടുത്ത് ഒടുവിൽ കക്ഷം വേദന എടുത്ത് ഞാൻ നിലവിളിച്ചപ്പോൾ പാവം വിശന്നിട്ടാകുമെന്ന് എന്റെ അമ്മ പറഞ്ഞൊരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. ആ കുട്ട, ഈ കുട്ട, കടലുപോലെ കുട്ട, ഇതെല്ലാം കൂടി കണ്ടിട്ട് നീ നാട്ടി വരുമ്പോ ഒരു മുഴുത്ത കുട്ട നോക്കി കൊണ്ടുവരണേ എന്ന വട്ടുകുഞ്ഞമ്മ എങ്ങാനും പറയുമോ എന്നാണ് എന്റെ പേടി. അപ്പൊ കുട്ടികൾ വരട്ടെ, കുട്ടകൾ കുമിഞ്ഞുകൂടട്ടെ ഗൈസ്.